മാതാപിതാക്കൾ തങ്ങളുടെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വീണ്ടും ഒന്നുകൂടെ പുനഃപരിശോധന ചെയ്തുകൊണ്ട് തലമുറയെ വളർത്തേണ്ട ചുമതല ഒന്നുകൂടെ ഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ട രംഗമാണ് ശിശുപ്രതിഷ്ഠാ രംഗം. കുടുംബത്തകർച്ചയുടെ കൊടുങ്കാറ്റ് അതിഭയങ്കരമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ തകർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സന്ദർഭമാണ്. ഇതിന് നടുവിൽ ഇങ്ങനെയൊരു ക്രമീകരണത്തോടുകൂടെ കുഞ്ഞിന്റെ പ്രതിഷ്ഠ നടത്തുവാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം ഈ കുഞ്ഞിന് ഇതിപ്പോൾ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള മാനസികാവസ്ഥയല്ല. എന്നാൽ മാതാപിതാക്കൾ മനസ്സിലാക്കണം, തലമുറകളുടെ വളർച്ചയുടെ പുറകിൽ മാതാപിതാക്കളുടെ സ്വാധീനം അസാധാരണമായിട്ടുണ്ട്. മാതാപിതാക്കളുടെ സ്വാധീനം തലമുറകളെ ശരിക്കും ബാധിക്കും. വിശുദ്ധ തിരുവെഴുത്ത് അതിന് ഏറ്റവും നല്ല മാതൃകയാണ്. ഒരു വസ്തുത തിരിച്ചറിയുക, മുളയിലെ അറിയാം വിളവിന്റെ കരുത്ത് എന്ന മലയാള പഴഞ്ചൊല്ലി പോലെ സ്തോത്രം, തുടക്കത്തിൽ തന്നെ വിത്തിന്റെ ക്രോമോസോമുകളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ തലമുറകളുടെ മേൽ പ്രതിഫലിച്ചു തുടങ്ങും. സ്തോത്രം, ഒരിക്കൽ പോലും കണ്ണന്റെ ചുവട്ടിൽ കാളി പൊട്ടില്ല എന്ന് നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്. ജന്മം കൊടുത്ത മാതാപിതാക്കളുടെ ജീൻ നേച്ചറുകൾ തലമുറകളിലേക്ക് വ്യാപരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സമയത്ത് എത്രമാത്രം ജാഗ്രതയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. പലപ്പോഴും കുടുംബത്തിനകത്തുയരുന്ന അസ്വരാസ്യങ്ങളുടെ പ്രത്യാഘാതങ്ങൾ തലമുറകളിലാണ് പ്രതിഫലിച്ചു വരിക. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിൽ എഫേസ്യ ലേഖനം എന്നറിയപ്പെടുന്ന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ പിതാക്കന്മാരോട് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കനത്ത പ്രബോധനമുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ്? തലമുറയുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ സ്വാധീനത്തിന്റെ പങ്ക് എന്താണ്? ഇത് ഗൗരവമായി മനസ്സിലാക്കണം. മാതാപിതാക്കൾ ശിക്ഷണത്തിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ശിക്ഷണത്തിലൂടെ നിയന്ത്രിക്കപ്പെടുകയില്ല. ശ്രദ്ധിക്കുക, വിപിനെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ ശിക്ഷണത്തിലൂടെ നിയന്ത്രിക്കപ്പെടുകയില്ല. കുഞ്ഞുങ്ങൾ നിരീക്ഷണത്തിലൂടെ മാത്രമേ നിയന്ത്രിക്കപ്പെടുകയുള്ളൂ. സ്വാഭാവികമായി ജന്മം കൊടുക്കുന്ന മാതാപിതാക്കളുടെ ജീനിന്റെ സ്വഭാവം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് തലമുറകളിലൂടെ പകരപ്പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കൊടുങ്കാടിന്റെ നടുവിൽ ഒരു കാട്ടുകള്ളന്റെ ഗുഹയ്ക്കകത്ത് പാർത്ത് ജന്മം കൊണ്ട ഒരു കാട്ടുകള്ളന്റെ ഭാര്യയിൽ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു കുഞ്ഞിനെ ഏതെങ്കിലും ഒരു കോൺവെന്റിലോ ഭക്തി നിർഭരമായ സ്ഥാനത്തോ കൊണ്ടുവന്ന് വളർത്തിയാലും കാട്ടുകള്ളന്റെയും ഭാര്യയുടെയും നേച്ചർ ആ കുഞ്ഞിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഏറ്റവും ഭക്തി നിർഭരമായ ജീവിത മാതൃകയിൽ വളർത്തിയ ഒരു കുഞ്ഞിനെ ഒരു കാട്ടുകള്ളന്റെ ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി എല്ലാ പരിചരണങ്ങളും നൽകി വളർത്തിയാലും ആ നിഷ്കളങ്കതയും അതിൽ പ്രതിഫലിക്കും. അങ്ങനെ ജന്മം കൊണ്ട് തന്നെ പ്രതിഫലിക്കുന്ന ഒരു നേച്ചർ കുടുംബത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നുണ്ട്. അത് നമ്മുടെ ജന്മത്തിന്റെ ഭാഗമാണ്. എന്നാൽ തലമുറകളുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾ തലമുറകളെ അസാധാരണമായി സ്വാധീനിക്കും. അത് ശിക്ഷണം കൊണ്ടല്ല, അത് നിരീക്ഷണം കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് മാതാപിതാക്കൾ എന്താണോ വിതയ്ക്കുന്നത്, നാളെ കുഞ്ഞുങ്ങളിലൂടെ അത് തിരിച്ചു കൊയ്യും എന്ന വസ്തുത വിസ്മരിക്കാതെ നാം ഓർക്കണം. നിശ്ചയമായും ഇന്ന് കുഞ്ഞുങ്ങൾ കണ്ടുവളരുന്നത് നാളെ അവർ പ്രവൃത്തി പദത്തിൽ വിലയിരുത്തി കൊണ്ടുവരും. നിരവധി തെളിവുകൾ അതിന് നിരത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പിതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അതിനെ പോറ്റി വളർത്തുക. ഒരു അപ്പന്റെയും അമ്മയുടെയും ദൗത്യ നിർവഹണം അതിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക. ഓർക്കുക, ഈ കുഞ്ഞിന്റെ ആത്മാവിന്റെ ഉത്തരവാദി അടുത്തിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകനല്ല. ഈ കുഞ്ഞിന്റെ ആത്മാവിന്റെ ഉത്തരവാദി ഇതിന്റെ അടുത്ത ബന്ധുക്കളല്ല. ഇതിന്റെ ആത്മാവിന്റെ ഉത്തരവാദി ദൈവം ഇവരെ ഫലമേൽപ്പിച്ചിരിക്കുകയാൽ ഇവർ തന്നെയാണ് ഇവരുടെ ആത്മാവിന്റെ ഉത്തരവാദി. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ ഒരു അനാഥ ജഡം കിടന്നാൽ അതിന്റെ കുറ്റവാളികളെ പിടിക്കുന്നതിനെ സംബന്ധിച്ചൊരു വ്യവസ്ഥ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കിടക്കുന്ന ഡെഡ് ബോഡിയുടെ അടുക്കൽ നിന്നും തൊട്ടടുത്ത വീട് വരെയുള്ള സ്ഥലം അളക്കണം. അളന്നു കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത് പാർക്കുന്ന ആളായിരിക്കണം യഥാർത്ഥ കുറ്റവാളിയെ കയ്യിൽ കിട്ടുന്നത് വരെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ
കുഞ്ഞിനോട് വൈകാരികമായും മാനസികമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് കഴിയുന്നത് ഇതിന് മാതാപിതാക്കളാണ്. അതുകൊണ്ട് മോനെ വിപിൻ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ കൺമുമ്പിൽ ദൈവാത്മാവ് തരികയാണ്. എന്ത് തന്നെ പറഞ്ഞാലും ഇത് നിങ്ങളുടെ ജീവനിലൂടെ ജന്മം കൊണ്ടതായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പഴയകാല സ്വഭാവങ്ങളൊന്നും ഈ കുഞ്ഞിൽ പ്രതിഫലിക്കാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ പത്യോപദേശം ഇവരിൽ പങ്കുവയ്ക്കത്തക്ക ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ ഭരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പത്യോപദേശത്തെ ഈ കുഞ്ഞിൽ സ്വാധീനിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. സ്തോത്രം. ഓർക്കുക, രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഒരു സ്ഥലത്ത് കൂട്ടിയിടിച്ചാൽ രണ്ടു പേർക്ക് മാത്രമല്ല പരിക്കുണ്ടാകുന്നത്. ഇന്നേക്ക് ചില ദൈവസന്നിധി വിട്ട് 5 ഡിഗ്രി അകലുന്നു. സ്തോത്രം. എന്നാൽ പ്രിയ മകൾ ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള അകലം കൂടുമോ കുറയുമോ? കൂടും, അകലം കൂടും. അവസാനം രണ്ടുപേരും ദൈവത്തിൽ നിന്ന് അകലുന്നതോടുകൂടെ നിങ്ങൾ തമ്മിലും അകലും, നിങ്ങൾ ദൈവത്തോടും അകലും. അതിന്റെ പരിണിത ഫലം പ്രതിഫലിക്കുന്നതോ ഈ തലമുറയിൽ മാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഒരിക്കൽ ന്യൂയോർക്കിൽ നിന്ന് ഉള്ള ഒരു ട്രെയിനിൽ ഒരു പ്രശസ്തനായ പോക്കറ്റടിക്കാരൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാത്രയിൽ താൻ അത്ഭുതപ്പെട്ടു. തന്റെ പോക്കറ്റ് ആരും അടിച്ചിരിക്കുന്നു. കടുവായെ പിടിച്ച കിടുവായോ? പോക്കറ്റ് അടിക്കാരനാണ് ഞാൻ. എന്റെ പോക്കറ്റ് അടിക്കുന്നത് ആരാ? വിദഗ്ധമായ നിരീക്ഷണത്തിൽ കൂടെ മനസ്സിലായി തൊട്ടടുത്ത് നിൽക്കുന്നവൾ വിദഗ്ധയായ പോക്കറ്റ് അടിക്കാരനാണെന്ന്. രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടു. പോക്കറ്റടിയുടെ വൈദഗ്ധ്യത്തെ നന്നായി അന്യോന്യം പ്രശംസിച്ചതിന് ശേഷം രണ്ടുപേരും ട്രെയിനിനിടയിൽ തന്നെ പരസ്പരം സ്തോത്രം വികാരബന്ധിതരായി അല്ലെങ്കിൽ കവിതാക്കളായി. അടുത്ത രജിസ്റ്റർ ഓഫീസിൽ കയറി രണ്ടുപേരും കല്യാണം കഴിച്ചു. കാരണം വിദഗ്ധരായ പോക്കറ്റടിക്കാരായ രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിച്ചു. അവർക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു പിറന്നു. ആ കൊച്ചു കുഞ്ഞ് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഭാവനയാകാം, സത്യമാകാം. എന്തായാലും ഈ കുഞ്ഞിന്റെ കൈ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്താൽ നിവർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്തോത്രം പ്രസവമെടുത്ത സൂതി കർമ്മണി അഥവാ ഡോക്ടർ, നേഴ്സ്, ആ കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നയാൾ അവരുടെ കഴുത്തേലെ മാല ഊരിയിട്ട് ആ ലോക്കറ്റ് കുഞ്ഞിന്റെ കണ്ണിന് നേരെ ഒന്ന് ആട്ടി കാണിച്ചു. ഈ സമയത്ത് കുഞ്ഞ് കയ്യിൽ നിന്നെന്തോ വലിച്ചെറിഞ്ഞതിന് ശേഷം ലോക്കറ്റെ കയറി പിടിച്ചു. വലിച്ചെറിഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതം, പ്രസവമെടുത്ത സ്ത്രീയുടെ മോതിരമാണ് കുഞ്ഞിന്റെ കൈക്കകത്തിരുന്നത്. പറഞ്ഞ് മനസ്സിലായോ? പോക്കറ്റടിക്കാരൻ പണ്ടേ പോക്കറ്റടിക്കാരൻ, പോക്കറ്റടിക്കാരൻ പണ്ടേ പോക്കറ്റടിക്കാരൻ, പോക്കറ്റടിക്കാരനും പോക്കറ്റടിക്കാരെയും തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായ കൊച്ച ജനനത്തിലെ പോക്കറ്റടിച്ചു. ഒരു കാര്യം ഓർക്കുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകൾ ഊരും പേരും പറയാതെ നമ്മുടെ തനി നിറം അതുപോലെ വെളിപ്പെടുത്തും. ഇത് ബോധ്യമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് കുഞ്ഞിനെ വളർത്തിയിരിക്കുന്നതെങ്കിൽ ആ ഭക്തി അതുപോലെ കുഞ്ഞിൽ പ്രതിഫലിക്കും. ദൈവത്തിന് സ്തോത്രം. ആധിപത്യം പുലർത്തുക. ഒരിക്കൽ ഡിവോഴ്സിന് തയ്യാറായിട്ട് തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് നടത്തിയ പാസ്റ്ററെ ടെലിഫോൺ ചെയ്ത് രാത്രി 2 മണിക്ക് വിളിക്കുകയാണ്. പാസ്റ്ററെ കൂടെ വരെ എന്ന് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് 2 ആക്കി തരണം. ശരി, നിങ്ങൾ തമ്മിൽ 2 ആക്കി തരാൻ ഞാൻ ഒന്നാക്കിയതല്ലേ, ഞാൻ അവിടെ വരുന്നത് വരെ കടങ്കൈയൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞ് പാസ്റ്റർ ഉറക്ക വസ്ത്രവുമായി നേരെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, രണ്ടും കൂടെ ചേർന്നടുക്കുകയാണ്. സ്തോത്രം. ഈ പുറത്തൊക്കെ ചില ആൾക്കാർ കാണിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കാരണം എന്ന് വെച്ചാൽ മുകളിലോട്ട് പറക്കുമെന്നുള്ള മട്ടില്ല. എന്നാൽ ഇവരുടെ തനിനിറം കാണണമെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെരക്കകത്തോട്ടൊന്ന് എത്തി നോക്കിയാൽ മനസ്സിലാകും. കുച്ചിപ്പുഴുവും ഭരതനാട്യവും മോഹിനിയാട്ടവും എല്ലാവിധ ഫാൻസി ഡ്രസ്സുകളും ചില വീടുകൾക്കകത്ത് കഴിയും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പാസ്റ്റർ പറഞ്ഞു, ശരി, നിങ്ങളെ പ്രാർത്ഥിച്ച് 2 ആക്കാൻ പോവുകയാണ്. എന്നാൽ ഒരു കാര്യം, അടുത്ത 45 മിനിറ്റ് ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. എന്ത് വേണേ ചെയ്യാം, ഇങ്ങനെ ഇനി കഴിയുന്ന ജീവിതത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി നിർബന്ധം പിടിച്ചു. അങ്ങനെ 2 പേരും കൂടെ ഒരുമിച്ച് സ്തോത്രം അദ്ദേഹം ആവശ്യപ്പെട്ടു. 45 മിനിറ്റ് ബെഡ്റൂമിൽ കയറണം.
നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ വായിക്കുന്ന ബൈബിൾ നടത്തി വയ്ക്കണം. അതിലേക്ക് നിങ്ങളുടെ കൈകൾ രണ്ടും കോർത്ത് വെക്കണം. 45 മിനിറ്റ് ഡിവോഴ്സ് ആകാൻ ഉള്ള ദൈവകൃപയ്ക്ക് വേണ്ടി രണ്ടുപേരും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, 30 മിനിറ്റ് കഴിഞ്ഞു. ഒരു വലിയ ഏങ്ങിക്കരച്ചിലോടെ രണ്ടുപേരും ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഡിവോഴ്സ് ആകണ്ട. ഞാനൊരു വസ്തുത അടിവരയിട്ട് പറയാം. കോടതിക്ക് തീർക്കാൻ കഴിയാത്തത്, പോലീസ് സ്റ്റേഷന് തീർക്കാൻ കഴിയാത്തത്, മെഡിക്കൽ സയൻസിന് തീർക്കാൻ കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് തീർക്കാൻ കഴിയാത്തത് ഈ വചനത്തിന് തീർക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, നിങ്ങളുടെ വീട്ടിൽ വചനം മാത്രം ആധിപത്യം പുലർത്തുക. ദൈവത്തിന് സ്തോത്രം. മക്കളെ, പണ്ടത്തെ കുടുംബജീവിതത്തിന്റെ ശൈലിയല്ല ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ ശൈലി. പണ്ടത്തെ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളികൾക്ക് ഉപജീവനത്തിന് വരുമാനമാർഗമൊന്നും കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് എന്ത് അസ്വസ്ഥതകൾ ഉണ്ടായാലും സഹിച്ചനുഭവിച്ചൊക്കെ കഴിയും. എന്നാൽ ഇന്നത്തെ കുടുംബജീവിതം അങ്ങനല്ല. ഭർത്താവിന് 3 അക്ക ശമ്പളമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് 6 അക്ക ശമ്പളമുള്ള കാലമാണ്. കൂടുതൽ വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ വരുമാനം അനുഭവിക്കുന്നവരെ ഭരിക്കും എന്നുള്ളത് ഇവിടുത്തെ കാര്യമല്ല. വരുമാനം അനുഭവിക്കുന്നവരെ ഭരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ അച്ചായന്മാരെ കൊണ്ട് മൂക്കൊണ്ട് ഇള്ള വരപ്പിക്കുന്ന ഒത്തിരി പച്ചമ്മമാർ നാട്ടിലൊക്കെ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒത്തിരി പരിക്ക് പറ്റാതെ പോകണമെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കഴിയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഗൗരവമായി തിരിച്ചറിയുക. ഏറ്റവും പ്രാധാന്യം നിങ്ങളുടെ വീട്ടിൽ ദൈവഭക്തി ആധിപത്യം പുലർത്തണം.